പ്രിയ തേനീച്ച കർഷക സുഹൃത്തുക്കളെ, ഞാൻ ഹമീദ് പൂക്കോട്ടൂർ. തേനീച്ച കൂടുകളിൽ നിന്നും നമ്മൾ എടുക്കുന്ന അടകൾ തേൻ സീസൺ കഴിഞ്ഞതിന് ശേഷം അതിൽ ബാക്കി വരുന്ന അടകൾ ഉപയോഗിച്ച് മെഴുകുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പല കർഷക സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് വേഗത്തിൽ നമുക്ക് മെഴുകുണ്ടാക്കിയെടുക്കാൻ കഴിയും. പല ആളുകളും മെഴുകുണ്ടാക്കാൻ അറിയാത്തത് കാരണം ഈ അടകൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മുടെ വീടുകളിലേക്ക് വേണ്ട, നമ്മുടെ കുട്ടികൾക്കൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ ഈ മെഴുക് ധാരാളം മതിയാകും. പല ആളുടെ കയ്യിലും വിൽപ്പനയ്ക്ക് മാത്രം ഉണ്ടാവുകയില്ല. എന്നാൽ കുട്ടികൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനൊക്കെ, അതുപോലെ കാലിൻ്റെ വിള്ളിച്ച, ചുണ്ട് പൊട്ടൽ, ശരീരത്തിന് മാർദ്ദവം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ, ഇതിനൊക്കെ വേണ്ട മെഴുക് നമ്മുടെ കൂടുകളിൽ നിന്ന് കിട്ടുന്ന വളരെ കുറച്ച് മെഴുകാണെങ്കിലും അത് ധാരാളം മതിയാകും. നമ്മൾ തേനീച്ച കൂടുകളിൽ നിന്ന് തേനെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിലുള്ള ബാക്കി വരുന്ന അടകൾ അത് കറുപ്പ് കളറാകുന്നതിന് മുമ്പായിട്ട് തേനീച്ച കൂടുകളിൽ നിന്ന് നമ്മൾ ശേഖരിക്കണം. ഹണി ചാമ്പറിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്ന അടകൾ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ മെഴുകുണ്ടാക്കുന്നത്. ഒരു അലൂമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ, അലൂമിനിയം പാത്രമാണ് ധാരാളമായിട്ട് അതിന് ഉപയോഗിക്കുന്നത്. അലൂമിനിയം പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം, നല്ല തിളച്ചതിന് ശേഷം ഈ തേനിൻ്റെ അടകൾ, തേൻ ഇല്ലാത്ത അടകൾ അത് പൊട്ടിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയും അത് നന്നാക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ശരിക്ക് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് പൂർണ്ണമായും ഈ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാകും. കറുത്ത അടകളാണെങ്കിൽ അത് ലയിച്ച് ചേരുകയില്ല. അങ്ങനെ പൂർണ്ണമായും ലയിച്ച് ചേർന്നതിന് ശേഷം അത് തുണി കൊണ്ട് ഒരു അരുപ്പ കെട്ടിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അത് അലൂമിനിയം പാത്രമോ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ എന്തായാലും കുഴപ്പമില്ല, അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ വരെ ആ പാത്രത്തിൽ തന്നെ നിർത്തുക. അത് അടിഭാഗം വിസ്താരം കുറഞ്ഞതും മോൾഭാഗം വിസ്താരം കൂടിയതുമായ പാത്രത്തിലേക്കാണ് നമ്മൾ ഒഴിക്കേണ്ടത്. കാരണം ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഇത് കട്ടയായിട്ടും ഉണ്ടാകും. അപ്പോൾ വായുവിസ്താരം കുറഞ്ഞ പാത്രമാണെങ്കിൽ ഇത് പുറത്തേക്ക് എടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ വായുവിസ്താരം കൂടുതലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് രാവിലെ നോക്കുമ്പോൾ ഇത് കട്ടയായിട്ടുണ്ടാകും. ഈ പാത്രം നേരെ കമയത്ത് പിടിച്ചാൽ ഇത് പുറത്തേക്ക് വരും. വെള്ളം വേറെയും ഇതിൻ്റെ മെഴുക് വേറെയുമായിട്ട് നമുക്ക് കിട്ടും. വെള്ളം പുറത്തേക്ക് ഒഴുകി പോയിക്കോളും. ഈ മെഴുക് ഒരു അപ്പം രൂപത്തിൽ കട്ടയായിട്ട് നമുക്ക് കിട്ടും. ഇത് വീണ്ടും ഉരുക്കിയതിന് ശേഷം ഇതിലുള്ള ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ, ചെറിയ ചവറുകളൊക്കെ ചെറുതായിട്ട് വീണ്ടും അതിലുണ്ടാകും. അത് ഒന്നുകൂടി ഉരുക്കിയതിന് ശേഷം വീണ്ടും തുണിയിൽ അരിച്ചു കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ മെഴുകായിട്ട് മാറും. ഒരിക്കൽ കൂടി ഇതുപോലെ ഉരുക്കി 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഉരുക്കണമെന്ന് പറയാറുണ്ട്. 2 പ്രാവശ്യമെങ്കിലും ഉരുക്കിയതിന് ശേഷം ഇതുപോലെ വായു വിസ്താരമുള്ളൊരു പാത്രത്തിൽ ഒഴിക്കുകയും അടുത്ത ദിവസം രാവിലെ നമ്മൾ അതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന മെഴുക് പുറത്തെടുക്കുകയും ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് മറ്റ് പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇത് എത്ര സൂക്ഷിച്ച് വെച്ചാലും കേട് വരികയുമില്ല. വളരെ കുറച്ച് മെഴുക് മാത്രം മതി. നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്ന വിവരം മറ്റൊരു വോയിസിലൂടെ നമുക്ക് വീണ്ടും പറയാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെഴുക് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ മെഴുക് കേട് വരാതെ സൂക്ഷിക്കണം. അടകൾ കേട് വരുന്നതിന് മുമ്പാണ് നമ്മളിത് ശേഖരിച്ച് ഉരുക്കി മെഴുകാക്കി സൂക്ഷിക്കേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. നമ്മൾ നല്ലൊരു പാത്രം തീയത്ത് വെച്ച് വെള്ളം ഒഴിച്ച് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഈ തേനിൻ്റെ അടകൾ, തേനില്ലാത്ത അടകൾ അതിലേക്ക് പൊട്ടിച്ചിടുകയും ഒരു കോലോ ഒരു ചട്ടുകമോ ഉപയോഗിച്ച് ശരിക്കും ഇളക്കി കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ആ ചൂടോടെ തന്നെ മറ്റേതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുക. അടിഭാഗം വിസ്താരം കുറഞ്ഞതും മോൾഭാഗം വായുഭാഗം വിസ്താരം കൂടിയതുമായ ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെക്കുക. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഏത് പാത്രത്തിലേക്കും ഒഴിച്ച് വെക്കാം. സ്റ്റീൽ പാത്രത്തിലായാലും വളരെ നന്നായി. അതിൻ്റെ ഏത് പാത്രത്തിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത് ആ പാത്രത്തിൻ്റെ അതേ രൂപത്തിലുള്ള മെഴുക് തൊട്ടടുത്ത ദിവസം രാവിലെ നമുക്ക് കിട്ടും. പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കുക.